തിയേറ്ററിൽ പോയി കാണണം. അടിപൊളി പടമാണ്. ഇമോഷണലി നമ്മളെ നന്നായിട്ട് അറ്റാച്ച് ചെയ്യും. ശരിക്കും നല്ല പടം, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പെർഫോമൻസ് കൊള്ളാം, മേക്കിംഗ് കൊള്ളാം, എല്ലാം നന്നായിട്ടുണ്ട്. ഉണ്ടാവും, തീർച്ചയായും ചർച്ചയാവും. കാരണം റിയൽ ലൈഫിൽ നടന്ന സംഭവമാണല്ലോ. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇനിയും ചർച്ച ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവും. ഇന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ ടച്ചും കൂടി ഉള്ളതുകൊണ്ട് അടിപൊളിയാണ്. ടോവിനോ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ആ ക്യാരക്ടറായിട്ട് അടിപൊളിയുണ്ട്. പടം ഓവറോൾ സെറ്റ് പടം. സുരാജ് ചേട്ടനും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും കൊള്ളാം, പടം സെറ്റാണ്. ഇതിനോടെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഭയങ്കര നല്ല പടം. എല്ലാവരും തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. റിയൽ സ്റ്റോറി ആണല്ലോ. അപ്പോൾ അതിൻ്റെ അവർ ശരിക്കും ആ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ടാവും. റിയൽ സ്റ്റോറി ശരിക്കും പക്ക ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ടാവും ആ പടത്തിൽ. ചെയ്തേക്കുന്ന ശരിക്കും ഒരു ക്യാമറ പക്കയാണ്. ശരിക്കും വിഷ്വൽ എഫക്റ്റ് ഭയങ്കരമാണ് അതിനകത്ത്. ശരിക്കും നടന്ന സംഭവം എന്താണെന്ന് കാണിക്കുന്നുണ്ടോ? ശരിക്കും അവർ ശരിക്കും ഒരു പ്രഷറെ കാണിക്കുന്നത്, സർക്കാരിൻ്റെ ഒരു പോലീസുകാർക്ക് നല്ലൊരു പ്രഷറെ കാണിക്കുന്ന ഒരു പടമാണത്. എന്തായാലും ശരിക്കും സർക്കാരിലൊരു നല്ലൊരു സ്വാധീനം ചെലുത്തിയിട്ടുള്ള പടമാണ്. അത് അടിച്ചമർന്നല്ല, സർക്കാർ കൊടുക്കുന്ന ഉത്തരവ് പാലിക്കപ്പെടാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, ചെയ്യേണ്ടി വരുന്നൊരു ഫീലിംഗ്. അതാണ് പടം കാണിക്കുന്നത്. സർക്കാരിനെതിരെയുള്ള പടമല്ല, ശരിക്കും ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ സർക്കാരിന് തന്നെ ആരെയും നമ്മൾ ഇഷ്ടപ്പെടാതെ ചെയ്യുമ്പോൾ അതിനൊരു മാനസിക സംഘർഷം അത് നല്ല ശരിക്കും കാണിക്കുന്നുണ്ട്. സൂപ്പർ. രാജിൻ്റെ ഡയറക്ഷൻ, എല്ലാവരും അടിപൊളി പടം, ഒന്നും പറയാനില്ല. ഇമോഷൻ്റെ നമ്മളിങ്ങനെ വല്ലാണ്ട് ഐസായി പോകുന്നൊക്കെ പറയില്ലേ, അതേപോലെ നമ്മൾ ടോബിൻ്റെ അഭിനയം അടിപൊളിയല്ലേ. നല്ല മൂവിയാണ്. സുരാജും ടോബിനെയും എല്ലാം ഒന്നും, ചേരൻ സാറും എല്ലാവരും ഒന്നിനൊന്നും വെച്ച് എല്ലാവരും, പ്രണവൊക്കെ അടിപൊളി, ആര്യ, ഗീതാനന്ദനായിട്ട് അഭിനയിച്ച എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചരിത്രത്തിലേക്ക് എത്തി നോക്കാൻ പലപ്പോഴും നമ്മുടെ സിനിമകൾ തയ്യാറായില്ല, ഊഹാപോഹങ്ങളാണ്. പക്ഷേ ഇത് ഒരു ചരിത്രത്തെ നമ്മളെ ഓർമ്മിപ്പിക്കുക. പരാജയപ്പെട്ട പ്രതിരോധങ്ങളും സമരങ്ങളും ചരിത്രത്തിൽ ഓർമ്മിപ്പിക്കപ്പെടേണ്ടതാണ്. അല്ലേ, രേഖപ്പെടുത്താതെ പോയ ഒരുപാട് മനുഷ്യരെയൊക്കെ നമുക്ക് ഓർക്കാൻ കഴിയും. ഇതൊരു ഗംഭീര ശ്രമമാണ് സിനിമ. സംവിധായകൻ്റെയും രചയിതാവിൻ്റെയും പ്രൊഡ്യൂസറിൻ്റെയും അഭിനേതാക്കൾ എല്ലാവരും അവരുടെ കഥാപാത്രങ്ങൾ. ഇത് രസിപ്പിക്കാനുള്ളൊരു സിനിമയല്ല. ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില ഓർമ്മകൾ വരും, ചില താക്കീതുകൾ. നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് എന്താ പറയുക, ഇതിൽ അഭിനയിച്ച എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ ഒരു ട്രൈബൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളൊരു പുള്ളിയുണ്ട്, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സുരാജ് ചേട്ടൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് കൊള്ളാം, മ്യൂസിക് നന്നായിട്ട് വന്നിട്ടുണ്ട്. ടെക്നിക്കലി കൊള്ളാം, നല്ലൊരു സിനിമയാണ്. നന്നായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വിഷയത്തെ പറ്റി ഇനിയും ചർച്ച ഉണ്ടാവട്ടെ.